ഇപ്പോഴും സർക്കാരിന്റെ കണക്ക് പറയുന്ന 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. 910 കോടി രൂപ അതിനുവേണ്ടി ഒരു മാസം ചെലവാക്കുന്നു എന്നാണ്. അതിൽ കുറവുണ്ടായിട്ടില്ല. 62 ലക്ഷം കുറഞ്ഞിട്ടില്ല, 910 കുറഞ്ഞിട്ടില്ല, കൂടുന്നതേ ഉള്ളൂ. വാർദ്ധക്യ പെൻഷൻ അടക്കം ഭിന്നശേഷി പെൻഷൻ അടക്കം കൈപ്പറ്റുന്നവർക്ക് നിരന്തരം മരിച്ചുകൊണ്ടും മറ്റേത് വിഭാഗത്തെക്കാൾ മരണസംഖ്യ ശരാശരി പെൻഷൻ വാങ്ങുന്നവരാണ്. ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. ആ മരിച്ചു പോകുന്നവർക്ക് അനുവദിച്ച തുക ഇത്രയായിരുന്നു, അത് തിരിച്ചു വന്നതിന് കണക്ക് സർക്കാർ കാണിച്ചിട്ടില്ല. ഇതിനർത്ഥം ഇതും സഖാക്കൾ അടിച്ചു മാറ്റുക എന്നല്ലേ. ഈ പാവപ്പെട്ട വൃദ്ധർക്ക് കൊടുക്കാനുള്ള പണം, ആ പണം സർക്കാർ തടഞ്ഞു വെച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ് സഖാക്കൾ അത് വീതിച്ചെടുക്കുകയായിരിക്കും. അല്ലെങ്കിൽ കണക്ക് കാണിക്കണം, ഈ പണം തിരിച്ച് സർക്കാരിലേക്ക് പോകുന്നതിന്റെ കണക്ക് പുറത്തുവിടണം. ഒരു വർഷം ഇത്ര ലക്ഷം പേർക്ക് ഫണ്ട് അനുവദിച്ചു, ഇത്ര ലക്ഷം പേരുടെ ഫണ്ട് തിരിച്ചു വന്നു, തിരിച്ചു വന്നവർ ഇന്ന ആളുകളാണ്, ഇവർ മരിച്ചുപോയി എന്നൊരു കണക്ക് പുറത്തുവിടണം. ഈ കണക്ക് പുറത്തുവിടാത്തത്തോളം കാലം ഈ പണം സർക്കാരിന്റെ ചിങ്കിടുകളായ സഖാക്കൾ അടിച്ചു മാറ്റി എന്ന് കരുതേണ്ടി വരും. ഇത് അങ്ങേറ്റത്തെ വൃത്തികളാണ്. ഭിന്നശേഷിക്കാരോട് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവരുടെ വരുമാനമാണ് മാനദണ്ഡമായി എടുക്കുന്നത്. ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നത് അപ്പനും അമ്മയാണെന്ന് കരുതുക. ഒരു മക്കളെ നോക്കിക്കൊണ്ടുപോകുന്നു, കുഴപ്പമില്ല. പക്ഷെ അപ്പനും അമ്മയും മരിച്ചാൽ, അല്ലെ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ പലപ്പോഴും നോക്കുന്നത് സഹോദരങ്ങളായിരിക്കും. അവർക്ക് ഇത് നോക്കാൻ യാതൊരു താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ നോക്കുമ്പോൾ അവരുടെ വരുമാനം, അവർക്ക് സർക്കാർ ഉദ്യോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വരുമാനമുണ്ടെങ്കിൽ സർക്കാർ കൊടുക്കില്ല. അല്ലെങ്കിൽ ഇത് മുമ്പ് പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും ബാധകമാണെങ്കിൽ ഇവർക്ക് ആനുകൂല്യം കൊടുക്കില്ല. അന്യായമല്ലേ? ആ ഭിന്നശേഷിക്കാരെ വഴിയാധാരമാക്കിയല്ലേ ഇവർക്ക് ഈ ചെലവാക്കുന്ന പണമെങ്കിലും കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ആരെങ്കിലും നോക്കിയെന്ന് വരാം. 1 രൂപയും സർക്കാർ കൊടുക്കില്ലെങ്കിൽ ആര് നോക്കും ഭിന്നശേഷിക്കാരെ? ഭിന്നശേഷിക്കാരോട് കാട്ടുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ സർക്കാർ അവസാനിപ്പിക്കുക.